നമസ്കാരം. ഇന്ന് വേറൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു വികസന സെമിനാർ നടന്നു. ആ വികസന സെമിനാറിൽ നടത്തിപ്പിൽ അപാകതകളുണ്ട്. ആ അപാകതകൾ പരിഹരിക്കണം. എന്താണ് അപാകതകൾ എന്ന് വെച്ചാൽ, നമ്മൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം നേടിയെടുക്കണം. ഗ്രാമസഭയിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി പൊതുജനങ്ങളുടെ അഭിപ്രായം നേടിയെടുത്ത് ആ പൊതുജനങ്ങൾ നിർദ്ദേശിക്കുന്ന വ്യക്തിയിലെയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് പഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗ് കൂടെ തീരുമാനിക്കുമ്പോൾ അതാത് വാർഡ് മെമ്പർമാർ പേര് നിർദ്ദേശിക്കേണ്ടത്. ആ പേര് നിർദ്ദേശിച്ചവരെ വെച്ചിട്ടാണ് വികസന സെമിനാർ നടത്തേണ്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഗ്രാമസഭ കൂടിയിട്ടുണ്ട്, പക്ഷെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുജനങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാതെ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് വികസന സെമിനാർ എന്ന് പറയുന്നത് എന്താണ്? ഈ 5 കൊല്ലം നമ്മുടെ പറളി പഞ്ചായത്തിൽ എന്തൊക്കെയാണ് വികസനങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്. ആ പ്ലാനിങ്ങിൽ ഡോക്ടേഴ്സ് ഇല്ല, എൻജിനീയർമാരില്ല, വേറെ വല്ല ഫീൽഡിൽ ഉള്ളവരില്ല. ഇവരെല്ലാവരും രാഷ്ട്രീയക്കാർ മാത്രം. ഇവരിപ്പോൾ വിഹിത വെച്ചിരിക്കുകയാണ്. CPM നിങ്ങൾ ഇത്ര ആൾക്കാർ വിളിക്കുക, BJP നിങ്ങൾ ഇത്ര ആൾക്കാർ വിളിക്കുക, കോൺഗ്രസ് ഇത്ര ആൾക്കാർ, അങ്ങനെ ഏതാണ്ട് ഒരു 120 പേര് അവിടെ പങ്കെടുത്തെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ബന്ധപ്പെട്ട സെക്രട്ടറിനെ വിളിച്ച് സംസാരിച്ചു. കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ട ജോയിന്റ് ഡയറക്ടറെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മറ്റുള്ള പഞ്ചായത്തുകളിലെ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. കാരണം ഞാൻ പ്രസിഡന്റുമാരെന്നെ വിളിക്കാറില്ല. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകും. അത് എല്ലാപ്പോഴും ജനങ്ങൾക്ക് നന്മ വരുത്തുന്നതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം പൊതുവായിട്ട് നിൽക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് പഞ്ചായത്തിൽ. അങ്ങനെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മറ്റുള്ള പഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരോട് സംസാരിച്ചപ്പോൾ അവർ ചില കാര്യങ്ങളും പങ്കുവെച്ചു. അതേമാതിരി നമ്മുടെ പറളിയിലെയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. വീണ്ടും നമ്മുടെ പറളി പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അഴിമതിക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്ക് ഇത് തിന്മ ചെയ്യുന്നതാണ്, ജനങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നതാണ്. പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മെമ്പർമാരെ, നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കരുത്. പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനാധിപത്യത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ആവർത്തിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കരുത്. എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രാമസഭയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം നേടണം, അജണ്ടയിൽ ഉൾപ്പെടുത്തി നേടണം. അഴിമതിക്ക് നേരെ പോകരുത്. ഇത് എൻ്റെയും പൊതുജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്. ഇത് നിങ്ങളിങ്ങനെ പ്രവർത്തിക്കരുത്. നാടിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം, അല്ലാതെ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് CPM, BJP, കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ട് ജനാധിപത്യത്തിന് നല്ലതല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് ജനാധിപത്യത്തിന് നല്ലതല്ല. ജനങ്ങളെ ചതിക്കുന്നതാണ്. നിങ്ങളുടെ അണികളെ എപ്പോഴും ചതിക്കുന്നതാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ ഈ തെറ്റ് നിർത്തണം. ഇനി ഇങ്ങനെ തെറ്റ് ആവർത്തിക്കരുത്. നന്ദി, നമസ്കാരം.